ട്വിൻസിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പം നിങ്ങൾ ട്വിൻസ് ആണ്, നിങ്ങൾക്ക് ഇനി ഇൻ ഫ്യൂച്ചർ കല്യാണമൊക്കെ കഴിക്കുമല്ലോ, അപ്പോൾ ഈ ട്വിൻസിനെ തന്നെ ഇവരെ കണ്ടുപിടിക്കാൻ മറ്റേ നമ്മുടെ അണ്ണൻ തമ്പി സിനിമയ്ക്കകത്ത് പറഞ്ഞ അടയാളമൊക്കെ ഉണ്ടോ ചേച്ചി? അടയാളം ഉണ്ടായി വന്നപ്പം ഉണ്ടായിരുന്നു, അത് പറയാൻ പറ്റാത്ത ഭാഗത്തായിരുന്നു. അടുക്കുവല്ല, കുഞ്ഞിലെ തൊട്ട് എന്റെ കൂടെ തന്നെയായിരുന്നു. അതായത് നല്ല പ്രായം ഉണ്ടെന്ന് ഇപ്പോഴും. ഞങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് നാണം. നാണം ഞങ്ങളുടെ നീ ഇപ്പൊ ഡാൻസ് കളിക്കണം. ഞങ്ങള് രണ്ടും, ഞാനും എവിനും തോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ? എടാ അവിടെ അയ്യോ അങ്ങനെ ഭയങ്കര ഇഷ്ടം. പെണ്ണുങ്ങളുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു. ബേസിലിന്റെ പടം എന്താടാ പറയാൻ പറ്റുന്ന എന്തെങ്കിലും തന്നോടെ. 9.5. എന്താടാ ഇത്? ലാൽസലാമോ? ലാൽസലാമല്ല, അയ്യോ ഡാൻസിന്റെ ചെപ്പിട്ട എങ്ങനെ തിങ്ങനെ ഗോലുമാല. എനിക്കില്ല ഇപ്പോഴും എനിക്ക് ഇവരെ രണ്ടുപേരെ ഇല്ലേ ശരിക്കും മനസ്സിലാവുന്നില്ല, കെവിൻ ഏതാ എവിൻ ഏതാണെന്ന്, അല്ലെങ്കിൽ അച്ചു ആരാ അപ്പു ആരാന്നൊക്കെ. എവിൻ കെവിൻ, ഈ ഇവരെ കണ്ടുപിടിക്കാൻ മറ്റേ നമ്മുടെ അണ്ണൻ തമ്പി സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ അടയാളമൊക്കെ ഉണ്ടോ ചേച്ചി? അടയാളം ഉണ്ടായി വന്നപ്പം ഉണ്ടായിരുന്നു, അത് പറയാൻ പറ്റാത്ത ഭാഗത്തായിരുന്നു. ഇപ്പൊ അടയാളം ചേച്ചി വേണമെങ്കിൽ സത്യമൊക്കെ അറിയത്തുള്ളടാ. മാർക്ക് കിട്ടിയിട്ടുണ്ട് മുഖത്തും ഒക്കെ ആയിട്ട്. ഇതാണ് മെയിൻ മാർക്ക് ഇപ്പൊ എല്ലാരും ചോദിക്കുമ്പോ പറയുന്നത്. ഇവൻ കൊടുത്തതാണ്, അവന്റെ ഗിഫ്റ്റാണ്. നീ എന്താടാ ചെയ്തത്? അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ കണ്ടു, ജോഡീശ്വരൻ ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു 6.5 മില്യൺ കഴിഞ്ഞാണ് ഇപ്പം 65 ലക്ഷം വ്യൂസ് ആ വീഡിയോസിന് കിട്ടിയത്. ഷൈൻ ചേട്ടൻ എന്ത് പറഞ്ഞു? ഇതിന്റെ ക്ലൈമാക്സ് ആക്ച്വലി ഇത് കണ്ടു കഴിഞ്ഞിട്ട്, അതായത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷൈൻ ചേട്ടൻ എന്താ പറഞ്ഞത്? അത് ക്ലൈമാക്സ് ഇല്ലേ സ്കിറ്റില്, ഷൈൻ ചേട്ടനെ വിളിക്കുക, ഡാൻസ് കളിപ്പിക്കുക, എന്റെ അത്ര പറഞ്ഞുള്ളൂ. പക്ഷെ വെറുതെ ചെല്ലാൻ പറ്റൂ, പുള്ളി എന്നോട് സംസാരിച്ചാലേ അങ്ങോട്ട് വിളിക്കാൻ പറ്റൂ. അതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചെന്ന് എന്താണ്ടൊക്കെ സംസാരിച്ച് വിളിക്കാന്ന് വിചാരിച്ച പുള്ളി തിരിച്ചെന്താണ്ടോ ഇങ്ങോട്ട് പറഞ്ഞു, സംസാരിച്ച് തുടങ്ങി ഇങ്ങോട്ട്. പിന്നെ ഫുള്ള് സംസാരമായി പോയി. ഇത് ക്ലൈമാക്സ് ഇല്ലാത്ത രീതി ഇങ്ങനെ ഒന്നും പറയാ. മ്യൂസിക് ഇട്ടില്ല, പിന്നെ ഡാൻസ് കളിക്കാൻ മ്യൂസിക് വേർക്കുമായിരുന്നു. ഞാൻ ഓടിയത്, ഞാൻ മാറി, ഇവര് രണ്ടുപേരായി സ്റ്റേജില്. നിനക്കല്ലേ ഷുഗർ വന്നത്? ഷുഗർ ഗോപി നീയും നീ ഷൈൻ ടോം ചാക്കോടെയാണ് ചെയ്തത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ സ്കിറ്റ് ആക്ച്വലി? അത് നല്ല രീതിക്ക് പോയി. പുള്ളി തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞു, പ്രോപ്പർട്ടി എല്ലാം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞു എന്നെ കളിയാക്കാവുന്നതിന്റെ മാക്സിമം കളിയാക്കിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കളിയാക്കുന്ന ഇഷ്ടമാണ്. ആ ഒരു ലൈസൻസ് കിട്ടിയായിരുന്നു നേരത്തെ, അതാണ് കിടന്നങ്ങ് അഴിഞ്ഞാടുക എന്നൊക്കെ പറയാം. അങ്ങനെ ആയിരുന്നു നിങ്ങൾ അതിനകത്ത്? എങ്ങനെ റിയാക്ട് ചെയ്യും? ശരിക്കും ഷൈൻ ചേട്ടനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ നേരത്തെയും വീഡിയോസ് ഷൈൻ ചേട്ടനെ വെച്ച് ചെയ്യുമായിരുന്നു. അപ്പം ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഷൈൻ ചേട്ടനെ എങ്ങനെയാണ് നിങ്ങൾക്ക്? ആ സമയം പുള്ളിയുടെ ഇന്റർവ്യൂ എല്ലാം അത്യാവശ്യം കേറി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ സ്കിറ്റ് കളിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. പുള്ളി ചെയ്യുന്ന പ്ലേയും പിന്നെ വലിച്ചെറിയുന്നത്, അത് ആ ഒരു സമയത്ത് ഭയങ്കര എല്ലാവരുടെ മനസ്സിലോട്ട് എത്തിയ സാധനമായിരുന്നു. അപ്പൊ അത് വെച്ചൊരു സ്കിറ്റ് കളിച്ചാൽ ചിലപ്പോ തോന്നി. അങ്ങനെ ആദ്യം വന്ന് കളിച്ച് അത് കേറി, രണ്ടാമത് കളിച്ച് അത് കേറി, ഇനി കളിക്കണ്ടെന്ന് വിചാരിച്ചിരുന്ന ചളവായി പോകും. വീണ്ടും കളിച്ച് അപ്പോഴാണ് പറഞ്ഞത്. ഞങ്ങൾ ആ ഷെഡ്യൂൾ ശരിക്കും വരാതിരുന്ന ഞങ്ങളുടെ ഇളയ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയം വീട്ടിൽ തന്നെ ഇരുന്ന് അപ്പോഴാണ് വിളിച്ച് പറഞ്ഞ ഷൈൻ ചേട്ടൻ വരുന്നുണ്ട്, നിങ്ങളെ വേണമെന്ന് പറഞ്ഞു. ഇന്ന ഇത് ചെയ്യാൻ വേണ്ടിട്ട് പേടിയായി പോയി. ചേച്ചി ഇവരെങ്ങനെയാ വീട്ടില്? ശരിക്കും വീട്ടില് അവിടെ കാണുന്ന പോലെ ഒന്നും അല്ല, അത്രയും പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൊച്ചിലെയാണ് നോർമലി ഇച്ചിരിയും കൂടെ ഒന്ന് നമ്മളെ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ വലുതാവും തോറും അവര് മാറി മാറി വന്നോണ്ടേയിരുന്നു. ഇച്ചിരിയും കൂടെ ഒന്ന് മെച്യൂരിറ്റി പോലെ. മെച്ചുവേർഡാണോ ചേച്ചി? അങ്ങനെ തോന്നാൻ കാരണം ഞാൻ അടുത്തില്ലാത്തത് കൊണ്ട്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ ഇവക്ക് ഇവിടെ വരണം എന്ന് ഉള്ള ആ ഒരു ഇത് കാരണം ഇപ്പൊ ഇച്ചിരി ലോങ് ടൈം ഇടയ്ക്ക് വന്ന് നിൽക്കും, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ. അപ്പോഴാണ് പിന്നെ അതിലേക്കാട്ടിലും ചിപ്പിച്ചൂടെ ആരോഗ്യം വെച്ചു. അങ്ങനെ വെച്ചാൽ മൊത്തത്തിലല്ല, എന്നെ പിടിച്ചിടിക്കുകയും ഉപദ്രവിക്കുകയും ആ പണ്ടത്തെ അതേ രീതി ഇപ്പൊ പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്.
ഞാൻ ആ ഗ്യാപ്പ് വന്നപ്പോ വിചാരിച്ചത് പാവങ്ങളായി അങ്ങനെയൊന്നും പ്രശ്നമില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ കൂടെ നിൽക്കുന്നവരുമാണ് അടിയൊക്കെ കൂടി എന്തൊക്കെയോ ഉണ്ട്. ചേച്ചി പറഞ്ഞു ചേച്ചി ഇന്ന് ഇവരെ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞോ. ഇപ്പൊ പറഞ്ഞിട്ടും പോകും വീണ്ടും ഞാൻ ഇടി മേടിക്കുന്നു. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയണമെന്ന് ആരാ പറഞ്ഞു? ആരും പറഞ്ഞല്ലോ, ഉള്ള കാര്യമല്ലേ. ഉള്ള കാര്യം ഉള്ളതുപോലെ ചേച്ചി പറയണം. ചേച്ചിയും കൂടെ ഇരുത്തിയതല്ലേ ചേച്ചി. അതുപോലെ നിങ്ങൾ തമ്മിൽ എനിക്ക് തോന്നുന്നു 17 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ ആയിരിക്കും. അതായത് ഇവർ ഈ കൊച്ചിലേ തൊട്ട്, അതായത് ഇപ്പം ഈ ചേച്ചിയെ പറ്റിക്കാൻ വേണ്ടി ആള് മാറി അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല അങ്ങനെ നമ്മുടെ അടുത്ത് നടക്കുകയല്ലാന്ന് അറിയാൻ രണ്ടുപേർക്കും. നമ്മൾ ഉണ്ടായപ്പോ തൊട്ട് കാണുന്നുണ്ട് രണ്ടുപേർക്കും നല്ല വ്യത്യാസമുണ്ട് മുഖത്തിന്. അന്നും ഷേപ്പിനും സൈസിനും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് മൂത്തതാന്ന് പറഞ്ഞാലും ഇവന് ബുദ്ധി കുറവിന്റെ പ്രശ്നമല്ല, ഇവന് പാർട്സ് ഒക്കെ വളരെ ചെറുതായിരുന്നു. ഇവനായിരുന്നു ഇച്ചിരി കൂടെ ചബ്ബി ആയിട്ടിരുന്നത്. അപ്പൊ രണ്ടുപേരും നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവനായിരുന്നു എൻ്റെ അടുത്ത് ഭയങ്കര പെറ്റായിട്ടുണ്ടായിരുന്നത്. ഇവൻ അത്രയും അടുക്കുമല്ലായിരുന്നു. കുഞ്ഞിലെ തൊട്ട് എന്റെ കൂടെ തന്നെയായിരുന്നു. അതായത് നല്ല പ്രായം ഉണ്ടെന്ന് ഇപ്പോഴും അതുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. അതെ, നല്ല പ്രായം ഉണ്ടെന്ന് പറയുന്നുണ്ട് ചേച്ചി. അതുപോലെ ഇപ്പൊ എടുത്തോണ്ടൊക്കെ നടക്കുവാണെങ്കിൽ ഇപ്പൊ രണ്ടുപേരുണ്ടല്ലോ. എത്ര? രണ്ടുപേര് 2ാം ക്ലാസ് 3ാം ക്ലാസ് വരെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കുമായിരുന്നു ഞങ്ങള്. ചെറുതായിരുന്നു. എന്നാലും 2ാം ക്ലാസ് വരെയൊക്കെ നീ എന്താടാ ഇവനെ അത്രയും വരെ എടുത്തോണ്ട് നടക്കുമായിരുന്നു. അതെ, മെച്ചോർഡിന്റെ അല്ല, ഇവനെ വെച്ച് നോക്കുമ്പോ ഇവനൊരു ശക്കലും കൂടെ പൊടിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവനെ നമ്മളിങ്ങനെ തലവഴിയൊക്കെ വിടും. ഇവനെ നിന്നെ എടുക്കാൻ പാടായിരുന്നു. അല്ല അതെനിക്കറിയാം. കൊച്ചിലോട്ട് ഇങ്ങനെ അകറ്റി നിർത്തുന്ന 2 ചേച്ചിമാര് ഇവരെ തന്നെ ഇങ്ങനെ ഇവൻ അടുക്കുവല്ല. ഇവൻ അത്ര അടുക്കുവല്ല, ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. അവനെ അങ്ങോട്ട് ചെല്ലണം. ഇവൻ അങ്ങനെ ഒന്നുമില്ല. ഇവൻ ഇങ്ങനെ നമ്മളൊരു പട്ടിക്കുഞ്ഞിനെ വളർത്തുമ്പോ എങ്ങനെ ആയിരിക്കും നമ്മുടെ അടുത്ത്, ആ ഒരു രീതിയായിരുന്നു പുള്ളിക്ക്. കുഞ്ഞിലേ തൊട്ടേ അങ്ങനെയായിരുന്നു. എൻ്റെ കൂടെ തന്നെ ഞാൻ കോളേജിൽ പോയിട്ട് വരുമ്പം കൂടെ തന്നെ എപ്പോഴും ഉറങ്ങാന്. നമ്മളൊന്ന് ടോയ്ലറ്റ് കയറി ഇറങ്ങുന്നിടം വരെ നമ്മളെ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും. ഇറങ്ങുന്നില്ല, എന്നെ പേരാ വിളിക്കുന്നത്, അവളെയും പേരാ വിളിക്കുന്നത്. പിന്നെ ഒരു ഏജ് എത്തിക്കഴിഞ്ഞപ്പം വീട്ടിലെല്ലാവരും എന്നാത്തിനാ പേര് വിളിക്കുന്നത്, ചേച്ചിമാരെന്ന് വിളിക്കാൻ മേലെ. അപ്പൊ നമുക്ക് ചേച്ചിന്ന് കേൾക്കുമ്പോ ഒരു ഇറിറ്റേഷൻ. എന്നെ കാവിന്നും അവളെ അഖിലേന്നും വിളിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴും. എടിപൊടിന്ന് വിളിക്കത്തില്ല, കാവ്യെന്നും അഖില ചേച്ചി. 2 ചേച്ചിമാരാണ് നിങ്ങളെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. അമ്മയെ പോലെ തന്നെ അല്ലേ? എന്താണ് അല്ലെങ്കിൽ അമ്മ അകത്താ, അല്ലെങ്കിൽ എനിക്ക് ചായ തരത്തില്ലെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ 2 വാക്ക് പൊക്കി പറയുന്നതാണെന്നൊക്കെ. ഇടയ്ക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു വീഡിയോ ഫാമിലി എല്ലാവരും കൂടി ഇരുന്നപ്പോ അവരെല്ലാം നിങ്ങൾ ട്രോൾ ചെയ്യല്ലോ. അപ്പനിട്ട് കിട്ടി, ചേച്ചിക്കിട്ട് കിട്ടി, നമ്മുടെ അളിയനിട്ട് കിട്ടി. എനിക്ക് വലുതായിട്ടൊന്നും കിട്ടില്ല. കോഴിക്കാല് തിന്നാൻ വേണ്ടി മാത്രം കല്യാണം കഴിച്ചത് ആ ഒരു ഇത് പറഞ്ഞു തീർത്തു. പാവം അളിയനെയാണ് ഇവരെടുത്ത്. എന്താടാ നിങ്ങളുടെ അളിയനെ അവിടെ വന്നിരിക്കല്ലേ എന്തേലും പറയട്ടെ കൊടുത്ത്. അളിയൻ എങ്ങനെയാണ് ആക്ച്വലി നിങ്ങളുമായിട്ടുള്ളൊരു കമ്പനിയാണ്? ഇച്ചിരി നാണമാണ്. അല്ല, അളിയൊരു നാണമാണ്. ഇങ്ങനെ മുൻപോട്ട് വരാനായിട്ട് ഭയങ്കര നാണമാണ് അളിയൻ. ഇവന്മാരുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര പുറകിലോട്ടാണ്, ചമ്മലും നാണമൊക്കെയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് പരിസരത്ത് വരത്തില്ല, എല്ലാം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ. ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ഇവരുടെ ഈ ഒരു, അതായത് കലാപരമായ കാര്യങ്ങളൊക്കെ ഇപ്പം സ്കിറ്റിലേക്ക് പോകുന്നു, അഭിനയമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത് ആരാണ് തിരിച്ചറിഞ്ഞത്? ഇവര് തന്നെയാണോ ആക്ടിങ്ങിലൊരു സ്കില്ല് ഉണ്ടെന്ന് പറഞ്ഞതോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവര് തന്നെ അറിയാം? കുഞ്ഞിലെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കില്ല. അപ്പ ഈ ഫിലിം ഫീൽഡിൽ തന്നെയാണ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നതാ. ജയരാജ് സാറിൻ്റെയും ജോർജ് കിത്തു സാറിൻ്റെ ഒക്കെ അസിസ്റ്റന്റ് ആയിരുന്നു അപ്പ. അപ്പം അപ്പായിക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ ഇങ്ങനെ പറയും. ഇവൻ ഒരു കുഞ്ഞിലെ എനിക്കൊരു 4 വയസ്സിലൊക്കെയാ എന്തൊക്കെയോ ഇങ്ങനെ ചുമ്മാ ആക്ട് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിച്ചു പോയായിരുന്നു. അന്ന് പുള്ളിക്ക് ഇതിനെപ്പറ്റി ഒരു ഭാവനയും ഇല്ല. ഇവനെ ചിരിച്ചത് കൊണ്ട് എന്നെയും ചിരിക്കണം എന്നുള്ള മട്ടില് പുള്ളി അതൊന്ന് ഇങ്ങനെ കാണിച്ചു നോക്കി. പക്ഷെ നടന്നില്ല. അപ്പൊ അന്നേ അപ്പ പറഞ്ഞു ഇവനൊരു ചെറിയൊരു വാസനയുണ്ട്, അല്ലാതെ ഇന്ന പോലെ ആകുമെന്നോ പോകുമെന്നോ ഒന്നുമല്ല, ജസ്റ്റ് അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ആ സൈഡിലോട്ട് ഒരു ചെറിയ ചായവുണ്ടായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ ഒരു TV-യിൽ ഇങ്ങനെ ഒരു ചെറിയ ഇതിങ്ങനെ എഴുതി വന്നു, പിള്ളേരുടെ പ്രോഗ്രാം
സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അല്ല ഇവന്മാര് അത് കണ്ട് ഭയങ്കര വലിയ സംഭവം തന്നെ, ചുമ്മാ ഇങ്ങനെ ഇടയ്ക്ക് വെടിവെച്ച് വെടിവെച്ച് ചാകുന്നതായിട്ടൊക്കെ പുള്ളി തന്നെ സിനിമ കണ്ടിട്ടല്ലേ റാംബോ, അതുകൊണ്ട് വെടിവെച്ച് ആകുന്ന പോലെ ഇവരെന്താ അഭിനയിച്ച് ഇങ്ങനെ വെടിവെച്ച് താഴെ വീണ് ഇങ്ങനെ വിറച്ചൊക്കെ കാണിച്ച് വളരെ കാണിച്ചു അതൊന്ന് അഭിനയിച്ചു. അത് കള്ളത്തരം എങ്ങനെ നിനക്ക് ഓർമ്മയുണ്ടോ? എങ്ങനെയാ ഇവനങ്ങനെ ചെയ്ത് ഇവനെ സമാധാനിപ്പിക്കാൻ ഞങ്ങൾ അങ്ങനെ അങ്ങ് ചിരിച്ചു കൊടുത്തു. എന്തൊക്കെയോ കാണിച്ചെന്ന് കിടന്ന് ഒത്തിട്ടൊന്നും ഇല്ലായിരുന്നു, ഇവര് ചിരിച്ചു തന്നതാണെന്നൊക്കെ. ഇല്ല ഇവനൊന്നും ചെയ്തു ഇവൻ എപ്പോഴും അങ്ങനെയാ. അങ്ങനെ പിന്നെ അവര് എന്താ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും ഭയങ്കര ഒബ്സർവേഷൻ ഉണ്ട്. ഇപ്പൊ സ്കൂളിൽ ആദ്യമായിട്ട് ചെന്ന് ഇപ്പം ഇങ്ങനെ ഒരു തടിയുടെ ഒരു ചെറിയൊരു ഷേപ്പ് ഒക്കെ ഉള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പുള്ളി അതൊക്കെ വെച്ചിട്ടിങ്ങനെ എന്റെ മിസ് ഇത് ഇങ്ങനെയാ നടക്കുന്നത്. ഭയങ്കര ഒബ്സർവേഷൻ. ഓരോ ടീച്ചേഴ്സിന്റെ കാര്യം വന്ന് എന്റെ അടുത്ത് മൊത്തം കഥകളും പറയുന്നത്. അപ്പോഴേ ആരോടും പറയത്തില്ല എന്നുള്ള ഇതുണ്ട്, അതിനുള്ള ബുദ്ധിയില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്നൊക്കെ അന്നേ നമുക്ക് മനസ്സിലായി ഇവൻ ഇച്ചിരി കൂടെ ഒന്ന് എല്ലാം സ്കിൽഡ് ആയിരുന്നു ചില കാര്യത്തിൽ. പുള്ളിക്ക് ഇതിനെ കൊണ്ട് മടിയായിരുന്നു. അപ്പം നൈസായിട്ട് പുറകെ ചെന്ന് അതങ്ങ് തട്ടിക്കളയും, എന്നിട്ട് മാറി ഇങ്ങനെ നോക്കി നിൽക്കും. അതൊക്കെയായിരുന്നു പുള്ളിക്കാരൻ്റെ പരിപാടി. അങ്ങനെ പിന്നെ കയറി വന്നതാ. ഇപ്പം കട്ടുറുമ്പി ചെന്നിട്ടാണേലും ഇവർക്കേ ഉള്ളൂ ഒന്നും ചെയ്യാൻ അറിയാൻ മേലാത്ത. ബാക്കി കുഞ്ഞുങ്ങളെല്ലാം ഡാൻസ് കളിക്കും, പാട്ട് പാടും, എല്ലാവർക്കും ഓരോരോ പരിപാടികൾ അറിയാം. ഇവര് രണ്ടുപേരും ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അല്ലാതെ അപ്പൊ ഞാനും ഞങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് നാണം. അത് കാരണം ഒന്നും ചെയ്യത്തില്ല. നാണം ഞങ്ങളുടെ നീ ഇപ്പൊ ഡാൻസ് കളിക്കാം. അല്ല അത് വെച്ച് പാട്ട് അറിയത്തില്ല. എനിക്കുണ്ട് നാണം, ഞാൻ തുറന്നു പറയും. അതെ ചേടാ, ഒരു പാട്ട് പാടി വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. എന്റെ മുന്നോ ചിരട്ടയിട്ട് വരയ്ക്കുന്ന പോലെ ഇരിക്കും. ഹോർമോൺ ചേഞ്ച് വരുന്ന പ്രായമുണ്ട്. അവിടെ ആദ്യമേ ഡബ് സ്മാഷ് ഒക്കെ ആയിരുന്നു. ഡബ് സ്മാഷ് അത്രയും രണ്ടുപേർക്കും സെറ്റായി വന്നില്ല. പിന്നെ ഇവനായിരുന്നു ജഗദീഷ് ശ്രീകുമാറിന്റെ ആ സമയം തൊട്ടേ ചെയ്തോണ്ടിരുന്നത്. പുള്ളിക്ക് പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ നമ്മളുടെ സൈഡിൽ നോക്കുമ്പോ ഇവനായിരുന്നു ഉള്ളി എന്നുള്ള ആക്ടിങ് ഉണ്ടായിരുന്നത്. പക്ഷെ അവൻ അവിടെ ചെന്നപ്പോ ആളങ്ങ് ഡൗൺ ആയി. അപ്പൊ അവര് പറഞ്ഞു ഇവനെ മതി, ഇവനെ. അല്ല അവന്റെ ഉള്ളിൽ നിന്നുള്ള ആക്ടിങ് ആരും കണ്ടില്ല. ഉള്ളിലുണ്ട്, പുറത്ത് വന്നില്ല. ഉള്ളിൽ നിന്നുള്ള ആരും കണ്ടില്ല. നിന്നെ ഒഴിവാക്കിയോടാ ആദ്യം. ഒഴിവാക്കി മീൻസ് ഇവൻ അതിങ്ങനെ കൊടുക്കാതെ. കാരണം ഈ പെൺപിള്ളേരുമായിട്ടുള്ള ഡാൻസ് സീനൊക്കെ കൊടുത്തു. അതൊക്കെ ഭയങ്കര നാണം. എന്റെ അടുത്ത് വന്ന് കരയും, കാവ്യ ഒന്ന് ചെന്ന് പറയാൻ എനിക്ക് കളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം രണ്ടുപേരും ആണെങ്കിലും നമുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ, ഒരാൾക്ക് വേണ്ടി മാത്രം ചെല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചെറിയ ചെറിയ റോളൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഡബ് സ്മാഷ് ഇതെല്ലാം അങ്ങ് തീർന്നു കഴിഞ്ഞ് പിന്നെ അവർ കലാഭവന്റെ സ്കിറ്റുകളൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ സ്കിറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളിയുടെ ക്യാരക്ടർ മൊത്തത്തിൽ വെളിയിൽ വന്നത്. സ്കിറ്റുകൾ വരുമ്പോഴത്തേക്കിനാണല്ലോ ആക്ടിങ് സ്കില്ല് മൊത്തത്തിൽ വെളിയിൽ വരുന്നത്. അങ്ങനെ മെയിൻ ക്യാരക്ടേഴ്സ് പലതും ആകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോഴാണെങ്കിൽ സ്കിറ്റുകളൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്ന് റിഹേഴ്സൽ ചെയ്യോ? നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ചെന്നിട്ടാണ് സ്കിറ്റ് സെറ്റ് ചെയ്യുന്നത്. പതിയെ ഉണ്ടാക്കി ഓരോ ദിവസം ഓരോരോ മിനിറ്റ് വെച്ച് സെറ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ആയിരുന്നു. ഇപ്പൊ ഇവരാണെങ്കിൽ അടുത്തിരുന്നാലും 1 മിനിറ്റിൽ ഒരു 200 വഴക്കേലും ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ. ഇവിടെ ഇരുന്നപ്പോ തന്നെ കുറച്ചു മുന്നേ കുറെ വഴക്കുണ്ടാക്കി. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ബോണ്ട് എങ്ങനെയാണ്? ഈ ഇപ്പം ഒരു സ്കിറ്റ് നടക്കുമ്പോഴാണെങ്കിലും ഒരിടത്ത് പോയാലും അടുത്ത ആള് ഇട്ട് കൊടുക്കുക, അങ്ങനെ സാധനം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള സ്നേഹമൊക്കെ എങ്ങനെയാ? സ്നേഹം എന്ന് പറയാൻ പറ്റൂല, അത് വേറെ വേറെ യൂണിവേഴ്സിറ്റി. ഞങ്ങളുടെ ബോണ്ടെന്ന് പറയാൻ അത് ഇരട്ടകളായോണ്ടുള്ളൊരു സ്കിറ്റ് കളിക്കുമ്പോ അത് കയ്യിന്ന് പോവാണെ പിടി കിട്ടും. അവന്റെ മുഖം കാണുമ്പോ അറിയാം പിരികോ ഒന്നും പൊങ്ങത്തില്ല, കണ്ണിങ്ങനെ ഉരുണ്ടു പോയി. അപ്പൊ പിടി കിട്ടും അവന്റെ കയ്യിന്ന് പോകാറായി. നമുക്ക് മനസ്സിലായി കാര്യം സ്കിറ്റ് കളിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒരു എക്സ്പ്രഷൻ ഇല്ല, അതുകൊണ്ട് മനസ്സിലാവത്തില്ല നമുക്ക്. കണ്ണൊന്ന് ചുമക്കും, അപ്പൊ മനസ്സിലാവും ടെൻഷൻ കയറിയിരുന്നു. ആൾക്ക് ടെൻഷൻ കയറുമ്പോ കണ്ണ് ചുമക്കും പെട്ടെന്ന്, ചുമ്മാ തലയിറങ്ങി വീഴാറായെന്നാണ്. അപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോയാലോ? അത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ്സ് കളിക്കാം. നമ്മളിപ്പോ ഒരു കസിൻ മൂഡിൽ ഇരിക്കുവാണ്. അപ്പൊ നമുക്കൊരു ഗെയിം കളിക്കാം. ഞങ്ങള് രണ്ടും, ഞാനും എവിനും. തോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ? എടാ അവിടെ നിന്നെ പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോകുന്നു. ഇല്ല, ഞങ്ങള് തന്നെ ജയിച്ചിരിക്കും. ഓക്കെ, വെല്ലുവിളി നമ്മള് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? കണ്ണൊക്കെ ചുമക്കാൻ ഇല്ല, ഞങ്ങള് ജയിച്ച് കാണിക്കുന്നതാണ്. വെല്ലുവിളിച്ചിരിക്കുകയാണ്.
അപ്പൊ നമുക്ക് തുടങ്ങാം. ഇളയവർ കിട്ടുന്നുണ്ട് എന്നാ നമുക്ക് നിങ്ങൾ കാണിച്ചു ഞങ്ങൾ ആ വെച്ചങ്ങ് തുടങ്ങിയാ പോരെ. അപ്പൊ ഒരാളിങ്ങി വാ, അങ്ങനെയല്ലേ കളിക്കുന്ന വാ. അതെ നീങ്ങി വാ, ചേച്ചി പറയണം. അയ്യോ അറിയത്തില്ലേ. എടാ കുറച്ച് പാടുള്ളത് കൊടുക്കാതെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പത്തെ സിനിമയുടെ അറിയത്തില്ല കേട്ടോ. അടുത്തതിന് കൊടുക്കാതെ. ഇപ്പോഴത്തെ എന്റെ പൊന്നടാ. ഓക്കെ. വട്ടം. മൊത്തം കാണിക്കുക അപ്പൊ അറിയാവോ ഞാൻ നോക്കാം. ആ ആ അങ്ങനെ ഭയങ്കര ഇഷ്ടം നിങ്ങൾക്ക് രണ്ടുപേർക്കും. പെണ്ണുങ്ങളുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു. എന്നെ കൂടെ ഉണ്ടായിരുന്നു. ഇനി കൗണ്ട് ഡൗൺ ഇടാൻ പോവാ. 1 പെട്ടെന്ന് 2 പോടാ. എടാ എന്നെ കാണിക്കടാ, ഒന്നും കൂടെ കാണിക്കേ. ഞാൻ സിനിമ പേര് പറയാം. പേര് പറയോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോഴത്തെ പടം 8 ഒന്നുകൂടെ കാണിക്ക. ഈ സാധനം മാത്രമേ ഉള്ളൂ പടത്തിന്റെ പേര്. നമുക്ക് തിരിഞ്ഞു. 9 ബേസിലിന്റെ പടം. 9 9 9 അര 9 9 ഊ ആ ഈ വേറെ കുറെ പടമുണ്ട്. അതെ. വരുന്നത് ഇനി നിങ്ങള്. ഞാൻ പറഞ്ഞില്ല എന്നോട് ഇപ്പോഴത്തെ പടത്തെ പറ്റി ഒന്നും പറയരുതെന്ന്. അല്ല കിട്ടിയതല്ലായിരുന്നത്. ഞാൻ മറ്റേ ഇത് ഉദ്ദേശിച്ച ഫഹദ് ഫാസിലിനെ കഷണ്ടിന്ന് ഉദ്ദേശിച്ച. നീ എന്തിനാ സൂക്ഷ്മദർശിനിയിലും ഫഹദ് ഫാസിലിനെ കാണിച്ചത്? നക്രിയാന്ന് ഞാൻ എങ്ങനെ പറയുന്നത്? ഒറ്റയടിക്ക് ഞാൻ എങ്ങനെ പറയുന്നത്? എനിക്കത് മനസ്സിലായി. യാതാ കിടന്ന് ചിരിച്ചു. ഫഹദ് ഫാസിലിന്റെ ഫാൻസ് തന്നെ അരിയും. ഞാൻ പിന്നെ എങ്ങനെ പറയാനാ? ഫഹദ് ഫാസിലിന്റെ മുടിയില്ലാന്ന്. അയ്യോ പറഞ്ഞു പോയി പറഞ്ഞു. ഞാൻ നീ അഭിനയിച്ചോളാം. ഞാൻ പറയാടാ. ഞാൻ അഭിനയിച്ചില്ല. ഇനി ഞാൻ അഭിനയിച്ചിട്ട് കൊളാക്കട്ടെ നിന്റെ അഭിനയം. അടുത്തതായി എവിന്റെ ഒരു ഡാൻസ് ആണ് പെർഫോമൻസ്. അപ്പോഴേക്ക് സിനിമ നീ പഴയ പടം ശ്രദ്ധിച്ചോണം കേട്ടോ. എനിക്ക് അതിനെ പറ്റി സുരേഷ് ഗോപി കണ്ണ് എല്ലാവർക്കും ഉണ്ട്. എന്താടാ പറയാൻ പറ്റുന്നത് എന്തെങ്കിലും തന്നോളെ. അതിനല്ല നിന്നോടൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. എനിക്ക് ആദ്യം ഫ്രീ ആയിട്ട് തന്നായിരുന്നെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തരായിരുന്നു. സുരേഷ് ഗോപി ഉണ്ട്. ഇതെന്താ ചീട്ട് കളിക്കുന്നു? സുരേഷ് ഗോപി ചീട്ട് കളിക്കുന്നു. ചീട്ട് വലിച്ച എനിക്ക് മനസ്സിലായി എന്താണ് ഉദ്ദേശിച്ചത്. ഞാൻ സമയം എണ്ണാൻ തുടങ്ങുവാണ്. എടാ ആരൊക്കെയുള്ള സിനിമയെന്ന് പറഞ്ഞു കൊടുക്ക്. 1 ഇനിയുണ്ടല്ലോ ക്യാരക്ടറുകള്. 2 3 ഗോപി കിട്ടണില്ല. നീ എന്തിനാ കാണിക്കുക? 4 6 ഒരു മിനിറ്റ് 7 ഫ്ലോർ നിലം റെഡ് 9 റെഡ് 9.5 എന്താടാ ഇത്? 10 10 അല്ല 10 അല്ല കഴിഞ്ഞു. അതിന്റെ ഹിന്ദി എന്താ? എന്താ ലാൽ ലാൽ സലാമോ? ലാൽ സലാം അല്ല. അയ്യോ സുരേഷ് ഗോപി ലാലു എന്ന് വാടാ ഇരുന്നോ. തെങ്കാശി പട്ടണം സിനിമയുടെ പേര് കാണിച്ചു തരാമോ? നിന്നോടല്ല ഡാൻസിന്റെ സ്റ്റെപ്പിട്ട പോരെ. എങ്ങനെ തിങ്ങിനും കോലുമാലേ. എനിക്കറിയത്തില്ല. അതിനാ ഞാൻ നിന്നോട് സൂക്ഷ്മദർശിനി പറയാൻ പറ്റും. തെങ്കാശി പട്ടണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുതിയ പടം അറിയാൻ രീതി പറയണം. അതെ. ഇപ്പൊ രണ്ടുപേരും 0-0 അപ്പൊ രണ്ടുപേരും 0-0 തന്നെ ആയതുകൊണ്ട് നമ്മുടെ വെല്ലുവിളി ഇങ്ങനെ തോറ്റിരിക്കുകയാണ്. അതെ തോറ്റിരിക്കുകയാണ്. നിങ്ങൾ കസിൻസ് കൂടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? എല്ലാരും വരുമ്പോഴൊക്കെ? വീട്ടില് ഞങ്ങൾ ഒത്തിരി കസിൻസ് ഉള്ള വീടാണിത്. അപ്പൊക്കെ 8 പേരാണ്. അപ്പം എനിക്ക് 18-19 കസിൻ പിള്ളേർ തന്നെയുണ്ട് ഞങ്ങള്. പേരെ നിറച്ചു ആൾക്കാരാണ്. ഇനിയിപ്പം ഈ ഒരു ജനറേഷൻ എല്ലാരും മാറി മാറി പോയതിന്റെ ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞുള്ളൂ റീസെന്റ് ആയിട്ട്. അപ്പോഴും എല്ലാരും അത്യാവശ്യം ഒന്ന് കൂടി ഡാൻസ് ബഹളമൊക്കെ ആയിട്ട് എല്ലാരും എപ്പോഴും ദംഷരാട്സ് എപ്പോഴും കളിക്കുന്ന ഒരു സംഭവമാണ് ഈ തിണ്ണയിലിരുന്ന് ഗ്യാങ് കൂടി. നിങ്ങൾ പണ്ട് ഇവിടെ അടുത്തടുത്തുള്ള വീട്ടിൽ ഇരുന്ന് അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു ഞങ്ങൾ. ഈ 3-4 വീട് എനിക്കറിയത്തില്ല ഇവര് പറഞ്ഞിട്ടുള്ളത്. ഇവന്മാര് വന്നപ്പോഴേക്കും എല്ലാരും പതുക്കെ പതുക്കെ വെളിയിൽ പഠിക്കാൻ പോവുകയും അങ്ങനെയൊക്കെ ആയി ഗ്യാപ്പായി. ഇവിടെ അപ്പുറം ഇപ്പുറം ഞങ്ങൾ 4 കസിൻസിന്റെ വീടുകളാണ്. എല്ലാരും അടുത്ത് ഇപ്പൊ പൊക്കത്തിലുള്ളതുകൊണ്ട് എല്ലാരും ഈ മുകളിൽ അവിടെ ഇരുന്ന് മുറുക്ക ഇപ്പൊ ഇത്രയും വണ്ടികളൊന്നും അന്നില്ല.
അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പാടും, ബാക്കി അവരെ ഏറ്റുപാടും. ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ നല്ല ഭയങ്കര രസമായിരുന്നു ഇവിടെ. ഇപ്പം പിന്നെ ഇവന്മാര് വന്നോണ്ട് അടുത്ത രസമായി.